ഹായ് മക്കളെ, നമസ്കാരം നമസ്കാരം നമസ്കാരം. നിങ്ങളെല്ലാവരും പ്രതീക്ഷയോടെ കൂടി കാത്തിരുന്ന ആ മലയാളം സെക്കൻഡിലെ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ആ ചോദ്യങ്ങളെ പരിചയപ്പെടുത്തുന്ന ഈ വീഡിയോയിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട മക്കൾക്ക് സ്വാഗതം. മലയാളം ഫസ്റ്റ് നിങ്ങൾ പൊളിച്ചില്ലടാ, മലയാളം സെക്കൻഡ് ഇതാ പൊളിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഞാൻ എന്ത് ചെയ്യുന്നു തരുന്നു. ഈ ചോദ്യങ്ങളെ വളരെ പ്രാധാന്യത്തോടുകൂടി എന്ത് ചെയ്യുക, നിങ്ങൾ പഠിച്ചെടുത്തേക്കുക. വെള്ളത്തിൽ കുതിർന്ന ബ്രഷ് പതിയെ കുടഞ്ഞ് അവൾ അപ്പോൾ പറഞ്ഞു, ഞാൻ പണിയൊക്കെ തീർത്തിട്ടാവുമ്മ. കല്യാണം ഉറപ്പിക്കാൻ പോവാന്ന് പറയുമ്പോഴും അവൾ പറയേ വര നിർത്തൂലെന്ന്. മുകളിൽ നൽകിയ കഥാസന്ദർഭങ്ങളും കഥയും വിശകലനം ചെയ്ത് ഫിസ എന്ന കഥാപാത്രത്തെ നിരൂപണം ചെയ്യുക. അപ്പോൾ ആദ്യം നമ്മൾ പരിചയപ്പെടുത്തുന്ന ഒരു ചോദ്യം ഏതാണ്? ഫിസ എന്ന കഥാപാത്ര നിരൂപണം. കഥാപാത്ര നിരൂപണം. ആരുടെ കഥയിലെ ഏത് കഥാപാത്രമാണ് ഫിസ നമ്മൾ മെൻഷൻ ചെയ്യും. ഫിസക്കുണ്ടായിരുന്ന പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നു മെൻഷൻ ചെയ്യും. വിവാഹം കഴിക്കാൻ പോകുമ്പോൾ ഫിസ മുന്നോട്ട് വെച്ച ഡിമാൻഡ് എന്തായിരുന്നു മെൻഷൻ ചെയ്യും. വിവാഹത്തെ തുടർന്ന് വീട്ടിൽ നിന്ന് ഫിസക്ക് കിട്ടിയ അനുഭവം എന്തായിരുന്നു നമ്മൾ മെൻഷൻ ചെയ്യും. അങ്ങനെ അതിനെതിരെയുള്ള ഫിസയുടെ പ്രതികരണം എങ്ങനെയായിരുന്നു എല്ലാം പറഞ്ഞു പോകുമ്പോൾ ഫിസ എന്ന് പറയുന്ന കഥാപാത്രത്തെ നമ്മൾ എന്ത് ചെയ്തു, അവിടെ നിരൂപണം ചെയ്തു. ഉത്തരം വേണ്ടേ നമുക്ക്? ഉത്തരം ഇന്ന് രാത്രി 7:15 ലൈവിനകത്ത് എന്ത് ചെയ്യും, കൃത്യമായിട്ട് പറയും. നിങ്ങൾ വന്നു നോക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് എത്തുന്നു. കണ്ണുകളാൽ കൽബുകളിൽ കല്ലെറിയുന്നോളെ എന്ന പ്രയോഗം കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? കണ്ണുകളെ കൊണ്ട് എങ്ങനെയാണ് അവൾ കൽബിൽ കല്ലെറിയുന്നത്? ആ കല്ലെറിയുന്ന സമയത്ത് തൻ്റെ കൽബിന് എന്താണ് സംഭവിക്കുന്നത്? മാർക്കിന് പരീക്ഷയ്ക്ക് ചോദ്യപേപ്പറിൽ നമുക്ക് കാണാം എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഉത്തരം കിട്ടാൻ വേണ്ടി രാത്രിയിലെ ലൈവ് ക്ലാസ്സിലേക്ക് എത്തിച്ചേരുക. നെക്സ്റ്റ്, ഒരു പക്ഷിക്കുഞ്ഞിൻ്റെ മരണം എന്ന നാടകത്തിൽ അവതരിപ്പിക്കുന്ന പ്രധാന ആശയങ്ങൾ എന്തെല്ലാം? ഈ പാഠഭാഗം ഒരു പക്ഷിക്കുഞ്ഞിൻ്റെ മരണം എന്ന നാടകമാണ്. ആ നാടകത്തിലുള്ള ഓരോ കഥാപാത്രങ്ങളും ഓരോ സംവിധാനത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. ആ ആശയം നമ്മൾ കൃത്യമായിട്ട് എഴുതുക, എഴുതി അവതരിപ്പിക്കുക. എന്തൊക്കെയാണ് ഈ കഥ മുന്നോട്ട് വെക്കുന്ന സന്ദേശം? ഉത്തരം സെറ്റ് കിട്ടണ്ടേ? രാത്രി ഈവനിങ് നമ്മുടെ 7 മണിക്കുള്ള ലൈവ് ക്ലാസ്സിൽ എന്ത് ചെയ്യുക, എത്തിച്ചേരുക. നെക്സ്റ്റ്, അയാൾ അവളുടെ കൈവിരലുകളിലേക്ക് ആണ്ടു നോക്കി. ദൈവം തൊട്ട കൈവിരലിൽ അപൂർണമായൊരു ചിത്രത്തിൻ്റെ മഞ്ഞപ്പച്ച ചായങ്ങൾ അപ്പോഴും പറ്റി നിന്നിരുന്നു. നിശബ്ദമായൊരു കരച്ചിലോടെ അവൾ കൈ കഴുകാൻ തുടങ്ങി. കഥയുടെ അന്ത്യം നൽകുന്ന സൂചനകൾ എന്തെല്ലാമാണ്? നിരീക്ഷണങ്ങൾ അവതരിപ്പിക്കുക. സെറ്റാണോ? സെറ്റാണോ? ഇവിടെ ആ ഫിസ എന്ന് പറയുന്ന ചിത്രകാരി അവളുടെ ചിത്രവര ഉപേക്ഷിക്കാൻ തയ്യാറാകുന്ന സാഹചര്യം എന്തായിരുന്നു? യാഥാസ്ഥിതിക കുടുംബ വ്യവസ്ഥിതി അവളുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയ മാറ്റം എന്തായിരുന്നു? ഇത്രയും എഴുതണ്ടേ? ഉത്തരം കിട്ടണ്ടേ? ലൈവിൽ നമ്മൾ കൃത്യമായിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട്, ഓർത്ത് വെച്ചേക്കുക. നെക്സ്റ്റ്, ഈ നാടകത്തിലെ പക്ഷിശാസ്ത്രകാരൻ ഉടമ കഥാപാത്ര നിരൂപണത്തിനുള്ള അടുത്ത സാധ്യതയുള്ള 2 ചോദ്യങ്ങളാണ്. പക്ഷിശാസ്ത്രകാരൻ്റെ കഥാപാത്ര നിരൂപണം, ഉടമയുടെ കഥാപാത്ര നിരൂപണം. ആ സമകാലിക പ്രസക്തിയാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ ചോദിക്കുന്നത്. 2 ചോദിച്ചാലും ഉത്തരം എഴുതാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു ചോദ്യമാണിത്. സെറ്റാക്കിക്കൊള്ളുക, റെഡിയാക്കി വെച്ചോളുക. ഓക്കെ മക്കളെ. നെക്സ്റ്റ്, വീട് തോറുമേ കണി നിരന്നിട്ടതിൽ വിളയാടുമോ നീ എല്ലാവർക്കും അന്നപൂർണയാം ദേവി. ഒരു സമത്വ ഭാവം, സമത്വ ലോകത്തെയാണ് വൈലോപ്പിള്ളി കവിതയിലൂടെ അവതരിപ്പിക്കുന്നത്. വിഷുക്കണി എന്നുള്ള കവിത. അപ്പോൾ ഈ ഭാഗത്തുള്ള സാമൂഹിക ദർശനം എന്താണ് എന്ന് പരീക്ഷയ്ക്ക് എന്ത് ചെയ്യും, ചോദിക്കും. അത് ചോദിച്ചാൽ ഉത്തരം കിട്ടാൻ വേണ്ടി ഇന്നത്തെ ലൈവ് ക്ലാസ്സിൽ എന്ത് ചെയ്യുക, എത്തിച്ചേരുക. മക്കളെ, ഈ ചോദ്യങ്ങളെ പ്രാധാന്യം കൊടുത്ത് എന്ത് ചെയ്തോളുക, നിങ്ങൾ പഠിച്ചോളുക, സെറ്റാക്കി വെച്ചോളുക. നാളെ പരീക്ഷയ്ക്ക് എഴുതിക്കൊള്ളുക. ഓക്കെ, താങ്ക് യു.